കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം പോകും വഴിയരികിൽ ഈറൻ മിഴികളുമായി ഞാൻ എത്ര നാളായി കാത്തിരിപ്പൂ എന്നു തീരുമെന്റെ മോഹം അന്ധനായ യാചകൻ ഞാൻ ആരുമില്ല എന്റെ ചാരേ മാത്രമെന്റെ സ്വപ്നം കാഴ്ചയേകും ദിവ്യസ്പർശം യേശു പോകും വഴിയരികിൽ ഈറൻ മിഴികളുമായി ഞാൻ ഈശോ ഈശോ എന്റെ ഈശോ അങ്ങേയ്ക്കായി കാത്തിരിപ്പൂ ഈശോ ഈശോ എന്റെ ഈശോ അങ്ങേയ്ക്കായി കാത്തിരിപ്പൂ ഹൃദയം നുറുങ്ങി കരയുന്നു ഞാനും അങ്ങനെ കാണണമേ ഹൃദയം നുറുങ്ങി കരയുന്നു ഞാനും അങ്ങനെ കാണണമേ രോഗിയാണു ഞാൻ നാഥ സൗഖ്യമായ നീ വരണേ പാപിയാണു ഞാൻ ദേവാ മാപ്പു നൽകണേ രോഗിയാണു ഞാൻ നാഥ സൗഖ്യമായ നീ വരണേ പാപിയാണു ഞാൻ ദേവാ
ഭയമെൻ്റെ ഉള്ളിൽ ഏറി വരും എൻ്റെ നാഥ, ഒരു വാക്കിനാൽ സുഖമാക്കുക, ആനന്ദമേകിടുക. ഈശോ ഈശോ എൻ്റെ ഈശോ, അങ്ങേയ്ക്കായി കാത്തിരിക്കൂ. ഈശോ ഈശോ എൻ്റെ ഈശോ, അങ്ങേയ്ക്കായി കാത്തിരിക്കൂ. ഹൃദയം ഉറങ്ങി കരയുന്നു ഞാനും, അങ്ങെന്നെ കാണണമേ. ഹൃദയം ഉറങ്ങി കരയുന്നു ഞാനും, അങ്ങെന്നെ കാണണമേ. സ്നേഹിതരു കൂടെയില്ല, സോദരരു കൈവെടിഞ്ഞു, ആശ്രയമിന്നെന്നുമില്ല, ആശ്വാസം നീയേ. സ്നേഹിതരു കൂടെയില്ല, സോദരരു കൈവെടിഞ്ഞു, ആശ്രയമിന്നെന്നുമില്ല, ആശ്വാസം നീയേ. കണ്ണീരിൻ കാലം വരുമ്പോൾ കർത്താവേ നീ മാത്രം ശരണം. കൈകൾ നീട്ടി കണ്ണീരൊപ്പി നെഞ്ചിൽ ചേർത്തിടുക. ഈശോ പോകും വഴിയരികിൽ ഈറൻ മിഴികളുമായി എത്ര നാളായി കാത്തിരിക്കൂ. ഒന്നു തീരുമെൻ്റെ മോഹം, അന്ധനായ യാചകൻ ഞാൻ, ആരുമില്ല എൻ്റെ ചാരേ. മാത്രമെൻ്റെ സ്വപ്നം, കാഴ്ചയേകും ദിവ്യസ്പർശം. ഈശോ പോകും വഴിയരികിൽ ഈറൻ മിഴികളുമായി. ഈശോ ഈശോ എൻ്റെ ഈശോ, അങ്ങേയ്ക്കായി കാത്തിരിക്കൂ. ഈശോ ഈശോ എൻ്റെ ഈശോ, അങ്ങേയ്ക്കായി കാത്തിരിക്കൂ. ഹൃദയം ഉറങ്ങി കരയുന്നു ഞാനും, അങ്ങെന്നെ കാണണമേ. ഹൃദയം ഉറങ്ങി കരയുന്നു ഞാനും, അങ്ങെന്നെ കാണണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, തുടർന്നു വരുന്ന നിമിഷങ്ങളിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 37-38 വചനഭാഗങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇപ്രകാരമാണ്: വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം കണ്ണുകളടച്ച് ലോകമെമ്പാടുമുള്ള എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. കർത്താവെ, ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, സമർപ്പിതരുടെ മാതൃകയും മധ്യസ്ഥയുമായ അമ്മേ, ഈ നിമിഷം
എല്ലാ സമർപ്പിതർക്കു വേണ്ടിയും ലോകം മുഴുവനിലും ഉള്ള എല്ലാ മക്കൾക്ക് വേണ്ടിയും അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാം വചനം ഇങ്ങനെ പറയുന്നു: മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ഈ ഭൂമിയിൽ ദൈവം ഓരോ മനുഷ്യനും ജീവൻ നൽകുന്നത് ഒരപ്പനായി തീരുവാൻ, ഒരമ്മയായി തീരുവാനുള്ള വിളി നൽകിക്കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആലയമായ നമ്മുടെ ഓരോരുത്തരെയും ശരീരത്തെ ദൈവം വളർത്തി വലുതാക്കുന്നത് ഈ ഒരു പ്രത്യേകതയോടു കൂടിയാണ്. ഒരപ്പനും ഒരമ്മയും തീരുവാനുള്ള ഒരു പ്രത്യേകത, ആ ഒരു കൃപയ്ക്ക് വേണ്ടിയാണ്. ഈ നിമിഷം സിസ്റ്റർ പറയാൻ ആഗ്രഹിക്കുന്നത് 3 ജീവിതാവസ്ഥകളെക്കുറിച്ചാണ്. ഒന്നാമതായി കുടുംബജീവിതം. ഞാനൊക്കെ ഇന്ന് ഇങ്ങനെ ആയിത്തീരുന്നത് എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും നല്ല ജീവിതം കൊണ്ടാണ്. അപ്പം കുടുംബജീവിതം നയിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും ഒത്തിരി സ്നേഹത്തോടെ അഭിനന്ദിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്നവർ എങ്ങനെയാണെന്ന് മലാക്കി പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: ഭാര്യയും ഭർത്താവും ഏക ശരീരവും ഏക ആത്മാവുമായി തീർന്ന് ദൈവഭക്തരായ മക്കൾക്ക് ജന്മം കൊടുക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവഭക്തിയുള്ള മക്കൾക്ക് ജന്മം കൊടുക്കുവാനുള്ള വിളിയാണ് കുടുംബജീവിതം എന്നുള്ളത് നമുക്ക് സന്തോഷത്തോടെ ഓർക്കാം. എൻ്റെ അച്ചാച്ചൻ മരിച്ചുപോയിട്ട് 15 വർഷമായി. എൻ്റെ അച്ചാച്ചനും എൻ്റെ അമ്മയും തന്നെയാണ് എൻ്റെ ജീവിതത്തിന് ഏറ്റവും നല്ലൊരു മാതൃക. കുഞ്ഞുനാളിൽ സമർപ്പിതരെ, വൈദികരെയും ഒക്കെ ആദരിക്കുകയും അവരെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ട് വളർന്ന ഒരാളാണ് ഞാൻ. എൻ്റെ അച്ചാച്ചൻ മരിക്കാൻ കിടക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു: കുഞ്ഞെ, ഞാനൊരു ഡയറി എഴുതുന്നുണ്ട്, നീ അത് വായിച്ചു നോക്കണം എൻ്റെ മരണശേഷം എന്ന്. പ്രിയപ്പെട്ടവരെ, എൻ്റെ അപ്പച്ചൻ്റെ മരണശേഷം ഈ അച്ചാച്ചൻ എഴുതിയ ഡയറി എവിടെയെന്ന് ഞാൻ തെരഞ്ഞുപിടിച്ചു. ഞാനത് വായിച്ചു നോക്കി. എൻ്റെ അച്ചാച്ചൻ ഓരോ മക്കൾക്ക് വേണ്ടിയും ഓരോ പ്രാർത്ഥന അതിൽ എഴുതിയിരിക്കുന്നത് കണ്ടു. ആദ്യം എനിക്ക് വേണ്ടി എൻ്റെ അപ്പൻ എങ്ങനെയാണ് പ്രാർത്ഥിച്ചിരുന്നതെന്ന് ഞാൻ പങ്കുവയ്ക്കട്ടെ. എൻ്റെ അച്ചാച്ചൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: സ്നേഹം നിറഞ്ഞ കർത്താവെ, സമർപ്പണ ജീവിതം നയിക്കുന്ന എൻ്റെ മകൾ ശാന്തിയെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങേക്കും ദൈവത്തിനും സമൂഹാംഗങ്ങൾക്കും പ്രിയപ്പെട്ടവളായി ആത്മസംതൃപ്തിയോടെ ഒരു സമർപ്പണ ജീവിതം നയിക്കുവാനുള്ള കൃപ നീ അവൾക്ക് കൊടുക്കണമേ. നാഥാ, നീ മാറ്റണമേ, അവളെ നീ മാറ്റണമേ, പൂർണ്ണമായി മാറ്റണമേ, നിൻ്റേതായി മാറ്റണമേ. ഒരുപാട് സന്തോഷം തോന്നി പ്രിയപ്പെട്ട മാതാപിതാക്കളെ. എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി ഇങ്ങനെയായിരുന്നല്ലോ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് എന്ന് കേട്ടപ്പോൾ, ഞാനത് വായിച്ചു മനസ്സിലാക്കിയപ്പോൾ, വീണ്ടും എൻ്റെ ഇളയ ആങ്ങളയ്ക്ക് വേണ്ടി എഴുതിയ പേപ്പർ ഞാൻ വായിച്ചു നോക്കി. അതിലെഴുതിയിരിക്കുന്നു: ഈശോയെ, കുടുംബജീവിതം നയിക്കുന്ന എൻ്റെ മകൻ, അവളുടെ ജീവിത പങ്കാളി, അവരെ സമർപ്പിക്കുന്നു. ധാരാളം കുഞ്ഞുങ്ങളെ നൽകണമേ. തിരുസഭയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാൻ അവരുടെ കുടുംബത്തിൽ നിന്നും മക്കളെ നീ തിരഞ്ഞെടുക്കണമേ എന്ന്. ഒരപ്പൻ്റെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളോട് സിസ്റ്ററിന് സ്നേഹത്തോടെ പറയാനുള്ളത്, ഒരുപാട് വിശുദ്ധിയുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകണം. ഈ വിശുദ്ധിയുള്ള കുഞ്ഞുങ്ങൾ തിരുസഭയ്ക്ക്, ദൈവത്തിന് സേവനം ചെയ്യുന്നവരായി മാറണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയോടുകൂടെയുള്ള ഈ ഒരു പ്രവൃത്തി ദൈവം സ്വീകരിക്കും, ദൈവം വിലമതിക്കും. കുടുംബജീവിതം മോശമാണെന്ന് ആരും പറയില്ല. നല്ല കുടുംബത്തിൽ നിന്നാണ് നല്ല വൈദികരും നല്ല സിസ്റ്റേഴ്സും രാജ്യത്തിനും സമൂഹത്തിനുമൊക്കെ സേവനം ചെയ്യുന്ന നല്ല വ്യക്തികളും നല്ല ശുശ്രൂഷകരുമൊക്കെ രൂപപ്പെടുക. അപ്പോൾ എല്ലാ കുടുംബങ്ങളെയും ദൈവത്തിൻ്റെ കരുണയ്ക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം: കർത്താവെ, അഭിഷേകം നിറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന്. രണ്ടാമതായി, ഏകസ്ഥ ജീവിതം നയിക്കുന്നവരെക്കുറിച്ച് സിസ്റ്റർ പറഞ്ഞു വയ്ക്കാം. ഏകസ്ഥ ജീവിതം നയിക്കുന്നവർ, അവർ തങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന് വേണ്ടി, ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പണം ചെയ്തവരാണ്. ചില സഹോദരങ്ങളെയൊക്കെ കാണുമ്പോൾ സിസ്റ്റർ ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈ സഹോദരൻ വിവാഹം കഴിക്കാത്തത്, അല്ലെങ്കിൽ ഈ സഹോദരി വിവാഹം കഴിക്കാത്തത്? നല്ല സൗന്ദര്യമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല കഴിവുകളുമുണ്ട്. എന്തേ ഇവർ അച്ഛനാകാനും പോകുന്നില്ല, സിസ്റ്റർ ആകാനും പോകുന്നില്ല? എന്തേ ഇവരിങ്ങനെ നടക്കുന്നത്?
ലോകം അവരുടെ ജീവിതം പഠിപ്പിച്ചു തരികയായിരുന്നു. അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് വേറൊന്നിനെക്കുറിച്ചും ചിന്തിക്കാനില്ല. എല്ലാം മറന്ന് ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി, വചനപ്രഘോഷണത്തിന് വേണ്ടി, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർ ഓടി നടക്കുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹായെ പോലെ ദൈവത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാം മറന്ന് തീഷ്ണതയോടെ ഓടി നടക്കുന്ന ഒരനുഭവം. ഏകസ്ഥ ജീവിതം നയിക്കുന്ന സഹോദരങ്ങളെയും നമുക്ക് വിലമതിക്കാം. ഇനിയും ഞാൻ നയിക്കുന്ന അല്ലെങ്കിൽ ഒരു സമർപ്പിതയുടെ ഒരു വൈദികൻ്റെ ജീവിതം ഏറ്റവും വിലയുറ്റതാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇവർ ചെയ്യുക? എങ്ങനെയുള്ളവരാണ് ഒരു സമർപ്പണ ജീവിതത്തിലേക്ക് കടന്നു വരിക? ഞാനിത് സന്തോഷത്തോടെ പറയാൻ കാരണം 12 വർഷമായി ദൈവവിളി പ്രോത്സാഹന രംഗത്ത് ഒരു വൊക്കേഷൻ പ്രൊമോട്ടറായി ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. ഒരുപാട് കുഞ്ഞുങ്ങളെയും ഒത്തിരി കുടുംബങ്ങളെയും സന്ദർശിക്കുവാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഒത്തിരി തിരസ്കരണങ്ങളിലൂടെ, പരിഹാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും ഈ ജീവിതത്തിൻ്റെ മഹത്വവും ആനന്ദവും എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. പ്രിയപ്പെട്ടവരെ, ഈ സമർപ്പണ ജീവിതം നയിക്കുന്നവർ എങ്ങനെയാണ്? പറഞ്ഞു, ഒരപ്പനും ഒരമ്മയും തീരുവാനുള്ള വിളിയാണ് ഓരോ മനുഷ്യർക്കും ഈ ഭൂമിയിലുള്ളത്. പക്ഷേ ഒരപ്പനായി തീരുവാനുള്ള, ഒരമ്മയായി തീരുവാനുള്ള എല്ലാ കഴിവുകളും ഉണ്ടായിട്ട് അത് വേണ്ടെന്ന് വെച്ച് ഇറങ്ങിത്തിരിച്ചവരാണ് ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി തങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കുക. ഷണ്ടന്മാരാ എന്ന് പറഞ്ഞാൽ മക്കളെ ജനിപ്പിക്കാൻ കഴിവില്ലാത്തവർ. മക്കളെ ജനിപ്പിക്കുവാൻ കഴിവുള്ള ഞങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ആ കഴിവിനെ വേണ്ടെന്ന് വെച്ച് സമർപ്പണം ചെയ്തവരാണ്. ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം എന്നീ 3 വ്രതവാഗ്ദാനങ്ങളിലൂടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരു സമർപ്പിത ഈ ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവളുടെ മഹത്വമല്ല, ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവം അവളെ വിളിച്ചു, ദൈവത്തിന് അവളെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഒരു സമർപ്പിതയ്ക്ക് ലോകത്തോട് വിളിച്ചു പറയുവാൻ ഉണ്ടാകേണ്ടത് ദൈവം സ്നേഹമാണ്, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് തന്നെയാണ്. ഇന്ന് ഏതെങ്കിലും ഒരു സമർപ്പണ ജീവിതം കാലിടറുന്നുണ്ടെങ്കിൽ അനുഗ്രഹദാതാവിനെ മറന്ന് അനുഗ്രഹങ്ങളിൽ കുടുങ്ങിപ്പോകുന്നു എന്നുള്ളതാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ സമർപ്പണ ജീവിതത്തിൽ ഞാൻ നിൽക്കുമ്പോൾ സമർപ്പിത ജീവിതത്തോട് താല്പര്യമുള്ളവരുണ്ടാവാം, ഇല്ലാത്തവരുണ്ടാവാം, അറിയില്ലാത്തവരുണ്ടാവാം. അവരോടായിട്ട് സിസ്റ്റർ ഒന്ന് പങ്കുവയ്ക്കട്ടെ. എങ്ങനെയുള്ളവരാണ് ഈ സമർപ്പണ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്? കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണോ? അല്ല. കെട്ടിച്ചു വിടാൻ പണമില്ലാത്തത് കൊണ്ടാണോ ഈ ജീവിതത്തിലേക്ക് വരുന്നത്? അതുമല്ല. കാണാനൊട്ട് സൗന്ദര്യമൊന്നുമില്ല, അതുകൊണ്ടാണോ ഈ ജീവിതത്തിലേക്ക് വരുന്നത്? അതുമല്ല. പോട്ടെ, ഇനി അപ്പനും അമ്മയും നേർച്ച നടന്നതുകൊണ്ടാണോ ഈ ജീവിതം തിരഞ്ഞെടുത്തത്? അതുമല്ല പ്രിയപ്പെട്ടവരെ. ഇനി എന്തെങ്കിലും ശരീരത്തിന് എന്തെങ്കിലും വികലതയുള്ളവരാണോ ഈ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്? അതുമല്ല. മറിച്ച് ദൈവരാജ്യത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം തിരഞ്ഞെടുക്കുന്നത് കഴിവുള്ളവരെയാണ്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കും, ഇതാണോ കഴിവ്? മാനുഷികമായ ദൃഷ്ടിയിൽ പോഷന്മാരായി കാണും, ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ശ്രേഷ്ഠന്മാരായി ദൈവം അത് കാണുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ, നമ്മുടെയൊക്കെ പറമ്പുകളിൽ പണിയെടുക്കുവാൻ നമ്മൾ എങ്ങനെയുള്ളവരെയാണ് വിളിക്കുക? പണിയെടുക്കുന്ന സമയത്ത് ഉഴപ്പിക്കഴിയുന്നവരെ, ജോലി ചെയ്യാൻ ആരോഗ്യമില്ല, ഏറ്റു നടക്കാൻ ഒരു ശക്തിയില്ലാത്തവരെ, രോഗികളായി കഴിയുന്നവരെ ഇങ്ങനെയാണോ വിളിക്കുന്നത്? ഇങ്ങനെയുള്ളവർ നമ്മുടെ പറമ്പിൽ പണിയെടുക്കാൻ വന്നെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ അവരോട് പറയും, ചേട്ടാ പണിയൊക്കെ നന്നായി, പക്ഷേ നാളെ തൊട്ട് വരണ്ട കേട്ടോ എന്ന് പറയില്ലേ? പ്രിയപ്പെട്ടവരെ, നമുക്ക് മനസ്സിലാക്കാം, ദൈവരാജ്യത്തിനു വേണ്ടി പണിയെടുക്കുവാൻ കഴിവുള്ളവരെ തന്നെയാണ് ദൈവം വിളിക്കുന്നത്. പക്ഷേ സിസ്റ്റർ മടത്തി വന്നിട്ട് ഇപ്പോൾ സിസ്റ്ററായിട്ട് ഇപ്പോൾ 19 വർഷമായി അഭിമാനത്തോടെ പറയട്ടെ, ഇന്ന് വരെ ഈ ജീവിതം മടുത്തെന്നോ തിരിച്ച് വീട്ടിലേക്ക് പോകണമെന്നോ ഇത് ഭാരമാണെന്നോ എനിക്ക് തോന്നിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, വന്ന നാൾ ഞാൻ ഓർത്തിരുന്നത് ദൈവം വിളിക്കുന്നത് വിക്കനെയും പൊട്ടന്മാരെയും കഴിവില്ലാത്തവരെയും ഒക്കെയാണെന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്നെനിക്ക് മനസ്സിലാക്കുന്നത്, പുതിയ ബോധ്യം കിട്ടി, ദൈവം വിളിക്കുന്നത് ശക്തരായവരെയാണ്. ഉള്ളിലുള്ള കഴിവുകളെ മുൻകൂട്ടി കണ്ട ദൈവം മനുഷ്യദൃഷ്ടിയിൽ ബലഹീനരാണെന്ന് തോന്നിച്ചാലും ദൈവദൃഷ്ടിയിൽ ശ്രേഷ്ഠന്മാരായി കണ്ടുകൊണ്ട് അവരെ തിരഞ്ഞെടുക്കുകയാണ്. ദൈവത്തിന് നന്ദി പറയാം. ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ദൈവജനത്തിൻ്റെ നിലവിളിക്കുള്ള പ്രത്യുത്തരമാണ് ഒരു സമർപ്പിതയുടെ ജീവിതവിളി എന്നുള്ളതിൽ സംശയമില്ല. ദൈവം മോശയെ തിരഞ്ഞെടുത്തു. ഇസ്രായേൽ ജനത്തിൻ്റെ നിലവിളി ദൈവത്തിൻ്റെ പക്കലെത്തി. ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ ഇസ്രായേൽക്കാരുടെ രോദനം കേട്ടു, അവരുടെ കരച്ചിൽ ഞാൻ കണ്ടു, അവരെ ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ഞാൻ നിന്നെ അയക്കും, നീ പോകണമെന്ന്. ഇതിൽ നിന്ന് വ്യക്തമാണ്, കാലഘട്ടത്തിനനുസരിച്ച് ഓരോ സമർപ്പിതരെയും ദൈവം തിരഞ്ഞെടുക്കുന്നത് ആ ദൈവജനത്തിൻ്റെ നിലവിളിക്കുള്ള പ്രത്യുത്തരമാണ്.
പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആർക്കും ഇതിൽ അഭിമാനിക്കാനോ അഹങ്കരിക്കാനോ ഇല്ല. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ഇത് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പൂർണ്ണനാണെന്നോ അർത്ഥമില്ല. മറിച്ച് എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം എല്ലാ വൈദിക സമർപ്പണ ജീവിതങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഒരു ദിവസം ഒരു കുടുംബത്തിൽ കയറി ചെന്നപ്പോൾ ഒരപ്പൻ ഒരമ്മ അവരെന്നോട് പറയുകയാണ്, സിസ്റ്ററിന് നാണമില്ലേ ഇങ്ങനെ സിസ്റ്റർ പിള്ളേരെ വിളിക്കാനായി വീട്ടിലേക്ക് വരാൻ? എന്ത് ധൈര്യത്തോടെയാണ് ഞങ്ങൾ മക്കളെ പറഞ്ഞു വിടുന്നത്. കേട്ടപ്പോൾ സങ്കടം തോന്നി. പ്രിയപ്പെട്ടവരെ, ഇതൊരു വിളിയാണ് എന്നുള്ളത് സിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു. ഇത് അഭിമാനത്തോടെ പറയുമ്പോൾ ഓരോ മാതാപിതാക്കളും അറിഞ്ഞിരിക്കേണ്ട കാര്യം, ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇനിയും കാലഘട്ടങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലരായ മക്കൾ വേണം. അവരെ പറഞ്ഞു വിടേണ്ട കടമ നമുക്കുണ്ട്. ഒരു കുഞ്ഞ് ഒരു വൈദികനാകാനോ ഒരു സിസ്റ്റർ ആകാനോ പോകുകയാണെന്ന് പറയുമ്പോൾ നാണമില്ലേ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ ചിന്തിച്ച് അവനെ കളിയാക്കാതെ അവളെ കളിയാക്കാതെ മോൻ പ്രാർത്ഥിക്ക്, ഈശോയോട് പ്രാർത്ഥിക്ക്, ഈശോ മോനോട് സംസാരിക്കും, അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഈശോ തന്നെ നയിക്കും എന്ന് പറയുവാനും ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് കഴിയണം. അങ്ങനെ ആയിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതം, നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. ഒരു വിളിയും മോശമല്ലല്ലോ. ഇനി ചില സമർപ്പണ ജീവിതങ്ങളൊക്കെ പാതി വഴിയിൽ വെച്ച് പതറിപ്പോകുന്ന അനുഭവങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ അവരും നമ്മുടെ മക്കളല്ലേ. ഈ അവസരത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ബലം. സമർപ്പണ ജീവിതം നയിക്കുന്ന ബലഹീനരായ വൈദിക സന്യാസ ജീവിതങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എല്ലാ ദിവസവും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളോട് സിസ്റ്ററിന് പറയാനുണ്ട്, നിങ്ങൾ ഒന്നിച്ച് ഭവനങ്ങളിലായിരിക്കുമ്പോൾ ഒരു വൈദികൻ്റെയോ ഒരു സിസ്റ്ററിൻ്റെയോ കുറ്റം പറയരുതേ. നിങ്ങളുടെ മക്കൾക്കൊക്കെ ഒരു വൈദികനെയോ സിസ്റ്ററിനെയോ വിമർശിക്കരുതേ. കടത്തിണ്ണയിലോ പെട്ടിപ്പുറത്തോ ഒക്കെ ഇരുന്ന് നിങ്ങൾ ആരെയും വിമർശിക്കരുതേ. അവിടെയൊക്കെ നന്മ മാത്രമാവട്ടെ. ഒത്തിരി കുറവുകളുണ്ടാവാം. കുറവുകൾ പറയാൻ നിങ്ങൾക്കിടം വേണം. അവിടെ നിങ്ങളത് പറയണം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? ഈ ജീവിതം കളിമൺ പാത്രത്തിൽ നൽകിയ വലിയൊരു നിധിയാണ്. ഈ നിധി കാത്തു സൂക്ഷിക്കുവാൻ ശാരീരികമായി ദൈവം വിളിച്ച ആ വിളിയിൽ നിന്നും വ്യത്യസ്തമായി വലിയ ത്യാഗത്തോടെ വലിയ സ്നേഹത്തോടെ ഇറങ്ങിത്തിരിച്ചവരാണ് സമർപ്പിതർ. മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ വിട്ടിറങ്ങുന്ന ഈ ജീവിതങ്ങളോട് പ്രാർത്ഥന വഴി, സ്നേഹം വഴി, കരുതൽ വഴി അവരെ ഒന്ന് ചേർത്ത് പിടിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, കൂടുതൽ നന്മ നമ്മുടെ തിരുസഭയ്ക്കും നാടിനും കുടുംബത്തിനും ഉണ്ടാകും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. ഈ കളിമൺ പാത്രത്തിലുള്ള ഈ നിധി എന്നും സൂക്ഷിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമേ. ധാരാളം കുഞ്ഞുങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണം. യുവജനങ്ങളായ മക്കളോട് സിസ്റ്റർ പറയുന്നു, നിങ്ങൾ വിവാഹിതരായി കഴിയുമ്പോൾ വിശുദ്ധിയുള്ള കുഞ്ഞുങ്ങൾ ജപിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ദമ്പതികളോട് പറയുന്നു, ഒരു കുഞ്ഞിൽ നിർത്താതെ ഒരുപാട് മക്കളുണ്ടാവട്ടെ നിങ്ങളുടെ കുടുംബങ്ങളിൽ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അതിനായി പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങ് പറഞ്ഞുവല്ലോ, വിളവധികം വേലക്കാരോ ചുരുക്കം. അതിനാൽ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവൻ്റെ നാഥനോട് പ്രാർത്ഥിക്കാൻ. കർത്താവെ, ലോകമെങ്ങുമുള്ള എല്ലാ യുവജനങ്ങളെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കുടുംബങ്ങളെ ചേർത്ത് വയ്ക്കുന്നു. കുടുംബങ്ങളിൽ നിന്ന് വിശുദ്ധിയുള്ള കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ. വിശുദ്ധിയുള്ള ഒരുപാട് പേര് പ്രേക്ഷിത മേഖലകളിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ ഇടവരുത്തണമേ. അതിന് വ്യക്തികളെയും ദേശങ്ങളെയും മാധ്യമങ്ങളെയും എല്ലാം ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, നന്ദി പറയുന്നു. ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ നാമം